നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാനം രാജിവെച്ചു. തൊടുപുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്. LDF തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് രാജി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. തൊടുപുഴ ജില്ലാ പെൻഷൻ ഭവൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാതല മാർച്ച് തൊടുപുഴയിൽ നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി സമരം ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടത്തി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറിയതോടെ തുടങ്ങനാട് അപ്പോസ് ഫുഡ്സിൽ തിരക്കേറി. ഭരണങ്ങാനം പള്ളിയിൽ വിതരണം ചെയ്യുന്ന നേർച്ചയപ്പം ഇവിടെയാണ് പാകം ചെയ്യുന്നത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാനം രാജിവെച്ചു. തൊടുപുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്. LDF തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് രാജി. അഴിമതി കേസിൽ രണ്ടാം പ്രതിയായതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്ന സമരങ്ങൾക്കൊടുവിലാണ് ചെയർമാന്റെ രാജി. ചെയർമാനെ പുറത്താക്കാൻ LDF പ്രഖ്യാപിച്ച അവിശ്വാസ പ്രമേയത്തിന് തിങ്കളാഴ്ച അവതരണാനുമതി ലഭിച്ചിരുന്നു. അവിശ്വാസ പ്രമേയത്തിന് UDFും BJPയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്തുണച്ച മുന്നണി തന്നെ അവിശ്വാസവുമായി വരുന്ന സാഹചര്യത്തിലും അതിനെ പ്രതിപക്ഷ കൗൺസിലർമാർ പിന്തുണ നൽകുകയും ചെയ്തതിനാലാണ് രാജിയെന്ന് സനീഷ് ജോർജ് പറഞ്ഞു. ഈ വരുന്ന 29-ാം തീയതി LDF തന്നെ അവിശ്വാസത്തിലൂടെ ചെയർമാനെ താഴെ ഇറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നു. അതിന് പിന്തുണ കൊടുക്കുന്ന മറ്റു മുന്നണികളും പരസ്യമായി പിന്തുണ കൊടുക്കുമെന്ന് സമര പരിപാടിയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിശ്വാസത്തിലൂടെ പുറത്തിറങ്ങുന്നത് എൻ്റെ സഹപ്രവർത്തകരായ LDFിലും അതുപോലെ തന്നെ BJPയിലും അതേപോലെ UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള കൗൺസിലേഴ്സ് അത് അവരെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്നതും പ്രശ്നമാണ്. രാഷ്ട്രീയമായി പാർട്ടിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക മാത്രമാണ് കൗൺസിലർമാർക്ക് സാധിക്കുകയുള്ളൂ. വ്യക്തിപരമായൊരു ബന്ധം വെച്ച് എന്നെ സഹായിക്കുവാനോ അല്ലെങ്കിൽ എനിക്ക് പിന്തുണ നൽകുവാനോ എൻ്റെ സഹപ്രവർത്തകർക്ക് സാധിക്കില്ല. ആയതിനാൽ ചെയർമാൻ സ്വമേധയാ രാജിവെച്ച് പിന്മാറണം. അഴിമതി കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. ഇക്കാര്യം വിജിലൻസിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയെ സത്യാവസ്ഥ ധരിപ്പിക്കാനാവുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും സനീഷ് ജോർജ് പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും എല്ലാ പാർട്ടികളോടും മുന്നണികളോടും സമദൂരം പാലിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 3.5 വർഷക്കാലത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രീതിയിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നെ അറിയാവുന്ന ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ തള്ളിപ്പറയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഒരു അഴിമതിക്കാരനല്ല. ഞാൻ ഏതൊരു സാമ്പത്തിക സംവിധാനത്തിൽ നിന്നാണോ ഏത് തട്ടിൽ നിന്നാണോ ഞാൻ ഈ കസേരയിലേക്ക് കടന്നു വന്നത്, തിരിച്ചിറങ്ങിപ്പോകുമ്പോഴും എന്നെ അറിയാവുന്നവർക്കും അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ പറയും ആ ഒരു സാമ്പത്തിക സംവിധാനത്തിൽ നിന്ന് 100 രൂപ സമ്പാദിക്കുവാനോ അനധികൃതമായി സമ്പാദിച്ചിട്ടില്ല. ബാധ്യതകൾ മാത്രം കൂട്ടുവാൻ മാത്രമാണ് എനിക്ക് 3.5 വർഷം കൊണ്ട് സാധിച്ചിട്ടുള്ളതെന്ന് നഗരസഭാ ചെയർമാൻ എന്ന് പറയാൻ ആഗ്രഹിക്കണം. യാതൊരു രീതിയിലും ആളുകൾ പണം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ മറ്റു കാര്യം. പക്ഷേ അന്നത്തെ ആ സംസാരത്തിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണക്കാരൻ ഞാൻ വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ കുടുംബമോ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്ന ആളെ സോഷ്യലായിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ്റെ കസേരയിൽ സംസാരിച്ചപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിനാണ് ഇതിന് വലിയൊരു സമര പരിപാടികളൊക്കെ മുന്നോട്ട് പോയത്. അത് ഞാൻ വിജിലൻസിൻ്റെ അടുത്ത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിജിലൻസിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു പ്രതിസന്ധി സാഹചര്യം വരുന്നതുകൊണ്ടാണ് രാജിയിലേക്ക് കിടക്കുന്നത്.
ഇക്കാലം അത്രയും എന്നെ സ്നേഹിച്ചിട്ടുള്ള, എന്നെ അറിയാവുന്ന, എനിക്ക് പിന്തുണ നൽകിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരായ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ, തൊടുപുഴയിലെ ജനങ്ങൾ, മറ്റ് എല്ലാ തരത്തിലുള്ള ആളുകളും വളരെ കഴിഞ്ഞ സംഗതി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രാജി പ്രഖ്യാപിച്ചെങ്കിലും തിങ്കളാഴ്ച മാത്രമേ ഔദ്യോഗികമായി സെക്രട്ടറിക്ക് കത്ത് മാറുകയുള്ളൂ. ചെയർമാൻ രാജിവെക്കുന്നതോടെ തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേരാനും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനും സാധ്യത കുറവാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി. നാഷണൽ ആയുഷ് മിഷനിൽ നിന്നുള്ള 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ OP വിഭാഗത്തിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ. കായിക താരങ്ങളുടെ ചികിത്സയ്ക്ക് മറ്റുമായി 2009 സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ പ്രവർത്തനം ആരംഭിച്ചത്. വിപുലമായ സൗകര്യങ്ങളോടെ സ്വന്തമായ കെട്ടിടം വേണമെന്ന കായിക താരങ്ങളുടെയും ആശുപത്രി അധികൃതരുടെയും ദീർഘനാളത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ 2009 സ്പോർട്സ് ആയുർവേദയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത്. അന്ന് തൊട്ടേ വളരെയധികം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന് ചികിത്സ നേടിയിട്ടുണ്ട്. അവർക്ക് അനുഭവങ്ങളുള്ളത് കാരണം അവർ തന്നെ പറഞ്ഞു വിട്ടിട്ടാണ് നമുക്ക് അധികം ഇഞ്ചുറീസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതുമായിട്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ളത്. നിലവിലൊരു 1000-ലധികം കുട്ടികളെ നമ്മൾ ചികിത്സിച്ച്, കുട്ടികളെന്ന് പറഞ്ഞാൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ചികിത്സിച്ച് നമ്മൾ ഭേദമാക്കി വിട്ടിട്ടുണ്ട്. റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 43.24 സെന്റ് പുറമ്പോക്ക് ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. പണി പൂർത്തിയായ കെട്ടിടത്തിൽ 3 OP മുറികൾ, ഫാർമസി, രോഗികൾക്കുള്ള വിശ്രമമുറി, ടോയ്ലറ്റുകൾ എന്നീ സൗകര്യങ്ങൾ ഉണ്ട്. നാഷണൽ താരങ്ങളൊക്കെ വരുമ്പോൾ അവർ വേറെ ലാംഗ്വേജൊക്കെ സംസാരിക്കുന്ന ആൾക്കാർക്ക് മറ്റ് സാധാരണ നമ്മുടെ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ചികിത്സകളൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടും. കാരണം അവർക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വിങ് അവർക്ക് കിട്ടുവാണെങ്കിൽ അവർക്കുള്ള എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലത്തിലുള്ളവരടക്കം 1000-കണക്കിന് കായിക താരങ്ങളാണ് ഇതിനോടകം ഇവിടെ ചികിത്സ തേടി പരിക്കുകളിൽ നിന്നും മുക്തരായത്. ഇപ്പോൾ നമുക്കൊരുപാട് നാഷണൽ, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇന്ന ഒരു ഇവൻ്റ് എന്നില്ല, എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് കായിക താരങ്ങൾ ഇവിടെ ചികിത്സയ്ക്കായിട്ട് എത്തിച്ചേരുന്നുണ്ട്. എന്നുവെച്ചാൽ ഇടുക്കി ജില്ല തന്നെ സ്പോർട്സിൻ്റെ ഒരു ഈറ്റില്ലമാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കൂടാതെ കർണാടക, തമിഴ്നാട്, നോർത്ത് ഇന്ത്യ എല്ലായിടത്തും നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട്. ദേശീയ ആയുഷ് മിഷനിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് മുകൾ നിലകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുകൾ നിലകളിൽ കിടത്തി ചികിത്സയ്ക്കുള്ള മുറികൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ, ഓപ്പൺ ജിം എന്നിവയും ആരംഭിക്കും. സെൽ പൂർണ്ണ സജ്ജമാകുന്നതോടെ കൂടുതൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ആവശ്യമായി വരും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. തൊടുപുഴ ജില്ലാ പെൻഷൻ ഫണ്ട് ഹാളിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ആഗസ്റ്റ് 7 തൊടുപുഴയിൽ നടത്തുന്ന സിവിൽ സ്റ്റേഷൻ മാർച്ചിൽ 1500ഓളം പെൻഷൻകാരെ പങ്കെടുപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. തൊടുപുഴ ജില്ലാ പെൻഷൻ ഭവൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 9 ലക്ഷം ആളുകളുടെ പെൻഷനാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. ഈ ബാങ്കുകൾ തകർന്നതോടുകൂടി അതൊരുപാട് ചർച്ച നടന്നു. മുതലാളിമാരുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളിലും അവരുടെ ബഡ്ജറ്റുകളുടെ വലിയ പങ്ക് മാറ്റിവെക്കുന്ന സ്ഥിതി വന്നു. അങ്ങനെ മുതലാളിമാരെ രക്ഷിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നു. അങ്ങനെ താൽക്കാലികമായി രക്ഷപ്പെട്ടുവെങ്കിൽ 2022-23 കാലഘട്ടത്തിൽ വീണ്ടും പഴയതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത് പോലെ ചാക്രിക കുഴപ്പം വീണ്ടും അമേരിക്കൻ സാമ്രാജ്യത്വത്തെ മാത്രമല്ല ലോകത്തെ നിരവധി മുതലാളിത്ത രാജ്യങ്ങളെ ബാധിക്കുന്ന സ്ഥിതി വന്നു. നാം ഓർക്കേണ്ട ഒരു കാര്യം, 2020-21 കാലഘട്ടത്തിലെ കോവിഡിന്റെ കാലഘട്ടത്തിൽ കോവിഡിൽ നിന്ന് അല്ലെങ്കിൽ കോവിഡിന്റെ പ്രതിസന്ധിയിൽ നിന്ന് ലോക മുതലാളിമാരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ലോകത്തെ നിരവധി ഗവൺമെന്റുകൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനം സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഉത്തരവുകൾ 113 രാജ്യങ്ങൾ പുറപ്പെടുവിച്ചു.
ലോകത്തെ 113 രാജ്യങ്ങൾ സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന നിയമനിർമ്മാണം നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഒറ്റത്തവണയായി അനുവദിക്കുക, 5 വർഷ തത്വം പാലിച്ച് 2024 ജൂലൈ 1 മുതൽ പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികളും അവഗണനയും അവസാനിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, PFR DA നിയമം റദ്ദാക്കുക, മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. ഈ ഡിമാൻഡുകൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 7 തൊടുപുഴയിൽ നടത്തുന്ന സിവിൽ സ്റ്റേഷൻ മാർച്ചിൽ 1500 പെൻഷൻകാരെ പങ്കെടുപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം VK മാണി, ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു, T ചെല്ലപ്പൻ, ലീലാമ ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാതല മാർച്ച് തൊടുപുഴയിൽ നടത്തി. KSTA ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ വികസന പ്രവർത്തനങ്ങളെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തെയും തടസ്സപ്പെടുത്തുന്ന നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് KSTA ഭാരവാഹികൾ ആരോപിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് ശക്തി പകരുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ അധ്യാപക മാർച്ച് തൊടുപുഴ KSTA ഭവനിൽ നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. അബദ്ധജടിതമായ അല്ലെങ്കിൽ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾച്ചേർക്കുകയാണ്. പാഠപുസ്തകങ്ങൾ, വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന അല്ലെങ്കിൽ പാഠപുസ്തകം എന്ന് പറയുന്ന അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ചരിത്രബോധത്തെ വളർത്തുക അല്ലെങ്കിൽ ശാസ്ത്രീയ ചിന്തയെ, ശാസ്ത്രീയ ബോധത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പാഠപുസ്തകങ്ങൾ ഉള്ളടക്ക സിലബസുകളാണ്. എന്നാൽ ആ സിലബസിൽ തന്നെ ഇത്തരത്തിൽ അന്ധവിശ്വാസവും അനാചാരങ്ങളും ഒരു കാലഘട്ടത്തിൽ നാമൊക്കെ വിശ്വാസം എന്ന് കരുതുന്നതും പിന്നീട് അന്ധവിശ്വാസം എന്ന് കരുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷമാണ് വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NCERT ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അക്കാദമിക് തലങ്ങൾ, മികച്ച അക്കാദമിക് തലങ്ങളാക്കേണ്ട സർവകലാശാലകളുടെ തലപ്പത്തൊക്കെ RSSകാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലെ അടുത്ത കാലത്ത് വളരെ വാർത്ത നമ്മൾ കണ്ടില്ലേ, ശാന്തി ശ്രീ പണ്ഡിറ്റ് എന്ന് പറയുന്ന JNU സർവകലാശാല, ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ കൊണ്ടുവന്ന സർവകലാശാലയുടെ ചാൻസലറായിട്ട് വൈസ് ചാൻസലറായിട്ടുള്ള ആള് ശാന്തി ശ്രീ പണ്ഡിറ്റ്, അവർ പറയുകയാണ് ഗാന്ധിജിയെ കൊന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഏകോപനം, ആ ഏകോപനത്തിന് വേണ്ടിയാണ്. KSTA ജില്ലാ പ്രസിഡന്റ് R മനോജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PA ഗോപാലകൃഷ്ണൻ, AM ഷാജഹാൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KR ഷാജിമോൻ, അപർണ നാരായണൻ, M രമേശ്, ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, ട്രഷറർ M തങ്കരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടത്തി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PS സോമൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകുക, 5 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഉത്സവബത്ത അനുവദിക്കുക, DA DR അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയവും പാസാക്കി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം തൊടുപുഴ NSS ഹാളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം നിർവഹിച്ചു. 5 മാസത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപ പലർക്കും കിട്ടിയത്. അതായത് 5 മാസത്തെ പെൻഷൻ കിട്ടിയപ്പോൾ ചിലർക്ക് 1 ലക്ഷത്തിന് തുകയൊക്കെ കിട്ടി. അതൊന്നും കിട്ടാത്തവരുണ്ട്. അന്ന് നമ്മുടെ എസ്റ്റിമേഷ്യ പെൻഷൻ മിനിമം 1350 രൂപയാണ്. അത് വാങ്ങിച്ചവരുണ്ട്. അതിൻ്റെ 5 ഇരട്ടി എത്രയാണെന്നാണ് നമ്മൾ കണക്കൂട്ടിയ. ഈ 1 ലക്ഷത്തിൽ പരം കിട്ടി എന്ന് പറയുന്നവർക്ക് എന്ത് കാണും എന്നുള്ളത് നമുക്ക് ഊഹിക്കേണ്ടതാണ്. നമ്മുടെ താഴെ തട്ടിൽ ദുരിതം അനുഭവിക്കുന്ന
പലരും കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ നമ്മൾ സമരം ചെയ്ത് അത് നേടിയെടുക്കുകയെങ്കിലും ബാങ്കിങ് ഇൻഷുറൻസ് വഴിയുള്ള പെൻഷൻ പലപ്പോഴും തടസ്സപ്പെടുന്നുണ്ട്. ഇപ്പോഴും അത് തടസ്സത്തിലാണ്. കഴിഞ്ഞ നവംബറിൽ ഒരു വർഷത്തെ കൺസോർഷ്യം ഒപ്പിട്ടുവെങ്കിലും അത് കഴിഞ്ഞ മെയ് മാസത്തിൽ തീരേണ്ടതാണ്. അത് തീരാതിരിക്കാൻ കാരണം നവംബർ മാസത്തിൽ ഒപ്പിട്ടുവെങ്കിലും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PS സോമൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി KP അബ്ദുൾ അസീസ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി PG പത്മനാഭൻ കേന്ദ്ര റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MK സുകുമാരൻ ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. SN മേനോൻ കൃതജ്ഞത രേഖപ്പെടുത്തി. സംഘടനയിലെ നിരവധി അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകുക, 5 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഉത്സവബത്ത് അനുവദിക്കുക, DA DR അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയവും പാസാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പള്ളി, PTA പ്രസിഡന്റ് സനീഷ് AS, ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി ഉത്തമമാണ്. ഉലുവ, ആശാളി, ജീരകം, ചപ്പങ്ങം, നെയ്യ്, തേങ്ങ, ഔഷധക്കൂട്ട് എന്നീ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ കഞ്ഞി കുട്ടികൾ ആസ്വദിച്ചു കഴിച്ചു. ആദ്യമായാണ് ഏറെ കുട്ടികളും പ്ലാവിലക്കുമ്പിൾ ഉപയോഗിച്ചത്. കുട്ടികളും അധ്യാപകരും ചേർന്നാണ് കഞ്ഞിക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവന്നത്. സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി, PTA പ്രസിഡന്റ് സനീഷ് AS, ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ്, സുനിൽ ഏലിയാസ്, ജിഷ M വർഗീസ്, രഞ്ജിത പ്രശാന്ത്, ഡെയ്സി എൽദോസ്, ഷിജി എൽദോസ്, സീഡ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വെള്ളിമൂഴിയിൽ മത്തച്ചന്റെ 100ാം ജന്മദിനവും ഫാദർ പോൾ മാത്യുവിന്റെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലിയും നോയൽ ഗിൽസിന്റെ ആദ്യ കുർബാനയും സംയുക്തമായി ആഘോഷിച്ചു. നെടിയകാട് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയിലും തുടർന്ന് പാരിഷ് ഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിലും ആശംസകൾ നേർന്ന് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വെള്ളിമൂഴിയിൽ മത്തച്ചന്റെ 100ാം ജന്മദിനവും ഫാദർ പോൾ മാത്യുവിന്റെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലിയും നോയൽ ജെൽസിന്റെ ആദ്യ കുർബാനയും സംയുക്തമായി ആഘോഷിച്ചു. നെടിയകാട് സെന്റ് മേരീസ് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ വെള്ളിമൂഴിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അബ്രഹാം നിരവത്തിനാൽ, ഫാദർ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, ഫാദർ പോൾ പാറയ്ക്കൽ, ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ, ഫാദർ മാത്യു തറപ്പിൽ, ഇടവക വികാരി ഫാദർ തോമസ് പൂവത്തുങ്കൽ, സഹവികാരി ഫാദർ അരൻ വെള്ളാങ്കുന്നൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പാരിഷ് ഹാളിൽ കൂടിയ പൊതുസമ്മേളനത്തിൽ കേക്ക് മുറിച്ച് ജന്മദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ എന്നിവർ ചേർന്ന ജന്മദിന മംഗളങ്ങളും പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ പോൾ മാത്യുവിനും ആദ്യ കുർബാന സ്വീകരിച്ച നോയൽ ജിൽസിനും ആശംസയും നേർന്നു. ഇടവക വികാരി ഫാദർ തോമസ് പോത്തുങ്കൽ, ജോൺസൺ മാത്യു, XMLA മാത്യു സ്റ്റീഫൻ, ഡോക്ടർ ജോസ് പോൾ, കുടുംബയോഗം രക്ഷാധികാരി ഔസേപ്പച്ചൻ വെള്ളിമൂഴയിൽ, അഡ്വക്കേറ്റ് സണ്ണി തോമസ് ചാക്കുങ്കൽ എന്നിവർ മത്തച്ചൻ വെള്ളിമൂഴയിലിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. മത്തഞ്ചേട്ടൻ മാത്രമല്ല, മക്കൾ ഓരോരുത്തരും ഈ ശാന്ത സ്വഭാവം എപ്പോഴും എല്ലാവരും ഓരോരുത്തരെയും നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ നമുക്കറിയാം, അവരെല്ലാവരും തന്നെ ജോൺസൺ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഇടവക അംഗങ്ങൾ തന്നെയാണ്, ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടു കൂടി വലിയ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പിതാവിൻ്റെ നല്ല ഗുണങ്ങൾ ഈ മക്കൾക്കെല്ലാം ഉണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. തുടർന്ന് മക്കളും കൊച്ചുമക്കളും ചേർന്ന് മംഗളഗാനവും നൃത്തവും അവതരിപ്പിച്ചു.
മക്കളായ തോമസ് മാത്യു, ജോയ് മാത്യു, ജോസ് മാത്യു, ഫാദർ പോൾ മാത്യു, ജോൺസൺ മാത്യു, മരുമക്കളായ മോളി തോമസ്, ലില്ലി ജോയ്, ലിബി ജോസ്, ലിഷ ജോൺസൺ, കൊച്ചുമക്കളായ അനൂപ് തോമസ് മാത്യു, ധന്യ ജോസ്, ദീപു ജോസ്, നീതു ജിൽസ്, അർച്ചന ജോൺസൺ, അനുപമ ജോൺസൺ, അനുഗ്രഹ ജോൺസൺ, പ്രദീപ് മാത്യു, ടീന ലീവിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മരുമക്കളും 4ാം തലമുറക്കാരായ കുഞ്ഞുമക്കളും ചേർന്ന് ഈ ആഘോഷങ്ങൾക്ക് മോടി കൂട്ടി. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറിയതോടെ തുടങ്ങനാട് അപ്പോസ് ഫുഡ്സിൽ തിരക്കേറി. ഭരണങ്ങാനം പള്ളിയിൽ വിതരണം ചെയ്യുന്ന നേർച്ചയപ്പം ഇവിടെയാണ് പാകം ചെയ്യുന്നത്. കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടും തന്റെ ആത്മബലം കൈമുതലാക്കിയ ജാസ്മിൻ അജി വിച്ചാട്ടിന്റെ സംരംഭമാണ് അപ്പോസ് ഫുഡ്സ്. 2009 മുതൽ ഭരണങ്ങാനം പള്ളിയിൽ നേർച്ചയപ്പം കൊടുത്തു വരുന്നു. 12 പേർ സ്ഥിരമായി ജോലി ചെയ്യുന്നു. തിരുനാൾ സീസണിൽ ഇത് 30 വരെയാകും. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറിയതോടെ തുടങ്ങനാട് അപ്പോസ് ഫുഡ്സിൽ തിരക്കേറി. ഭരണങ്ങാനം പള്ളിയിൽ വിതരണം ചെയ്യുന്ന നേർച്ചയപ്പം ഇവിടെയാണ് പാകം ചെയ്യുന്നത്. കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടും തന്റെ ആത്മബലം കൈമുതലാക്കിയ ജാസ്മിൻ അജി വിച്ചാട്ടിന്റെ സംരംഭമാണ് അപ്പോസ് ഫുഡ്സ്. 2009 മുതൽ ഭരണങ്ങാനം പള്ളിയിൽ നേർച്ചയപ്പം കൊടുത്തുവരുന്നു. 12 പേർ സ്ഥിരമായി ജോലി ചെയ്യുന്നു. തിരുനാൾ സീസണിൽ ഇത് 30 വരെയാകും. കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ആത്മബലം കൈമുതലാക്കിയ ജാസ്മിന്റെ ജീവിത വിജയത്തിന്റെ കഥ തുടങ്ങുന്നത് 2 കിലോഗ്രാം പച്ചരിയിലുണ്ടാക്കിയ നെയ്യപ്പത്തിൽ നിന്നാണ്. വീട്ടിൽ 2 കിലോഗ്രാം പച്ചരിക്ക് നെയ്യപ്പം നിർമ്മിച്ച് ഭർത്താവ് അജിയുടെ പലചരക്ക് കടയിൽ വെച്ചാണ് വിൽപ്പന ആരംഭിച്ചത്. 2 കിലോയിൽ 20 പാക്കറ്റ് നെയ്യപ്പം ഉണ്ടാക്കി. 10 പാക്കറ്റ് കടയിൽ കൊണ്ടുപോയി വെച്ചു. 1 മണിക്കൂറിനകം നെയ്യപ്പം തീർന്നു. ബാക്കി 10 പാക്കറ്റുകൾ കൂടി കടയിലെത്തിച്ചു. 1 ദിവസം കൊണ്ട് വിറ്റ് തീർത്തു. ഈ തുകയായിരുന്നു ജാസ്മിന്റെ നെയ്യപ്പം വിൽപ്പനയുടെ മൂലധനം. ഈ തുകയിൽ നിന്നും പിന്നീട് സ്വന്തം കടയിലും സമീപത്തെ കടകളിലും കുറച്ച് പാക്കറ്റ് വിൽക്കാൻ നൽകി. ഭരണങ്ങാനം പള്ളിയിലെ പെരുന്നാളിന് പാലായിലെ ഒരു ബേക്കറി വഴി 1000 കിലോഗ്രാം നെയ്യപ്പത്തിന് ഓർഡർ ലഭിച്ചു. ചെറിയ രീതിയിൽ വീടിനുള്ളിൽ നടത്തിയിരുന്ന സംരംഭം വീടിന് സമീപം ചെറിയ ഷെഡ് നിർമ്മിച്ച് കൂടുതൽ ആളുകൾക്ക് പരിശീലനം നൽകി. ഉണ്ണിയപ്പം വിൽപ്പന വിപുലീകരിച്ചു. ഇന്ന് അൽഫോൻസാമ്മയുടെ അടുത്തെത്തുന്നവർക്ക് നേർച്ചയായി ലഭിക്കുന്നത് മുട്ടം തുടങ്ങനാട് വിച്ചാട്ട് വീട്ടിൽ നിന്നുള്ള നെയ്യപ്പമാണ്. 2009 അൽഫോൻസാമ്മയുടെ തിരുനാൾ മുതൽ നെയ്യപ്പം കൊടുത്തുവരുന്നു. കൂടാതെ വിവിധ പള്ളികളിലും ഇവിടെ നിന്നുള്ള നെയ്യപ്പമാണ് കൊടുക്കുന്നത്. സെറിബ്രൽ പാൾസി മൂലം നടക്കാൻ വയ്യാത്ത മകൻ അഖിലിന്റെ ചികിത്സയ്ക്കായി ഓടി നടക്കുന്നതിനിടെ 2007 ജാസ്മിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയത്. 2011 പൂർണ്ണമായി കാഴ്ച നഷ്ടമായി. ജൂലൈ 27 ഭരണങ്ങാനത്ത് തിരുനാൾ കൂടാനെത്തുന്നവർക്ക് ജാസ്മിന്റെ കൈപുണ്യമുള്ള നേർച്ചയപ്പമാണ് ലഭിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന നെയ്യപ്പം പ്രധാനമായിട്ടും അൽഫോൻസാമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നെയ്യപ്പം അപ്പോസ് ഫുഡ്സ് എന്നൊരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ അൽഫോൻസാമ്മ വിശുദ്ധിയായ വർഷം തുടങ്ങി 2009 ആദ്യമായിട്ട് ഭരണങ്ങാനത്ത് അപ്പം കൊടുക്കാൻ തുടങ്ങിയത്. നമ്മൾ ഒരു
ഈ 10 ദിവസത്തെ നൊവേനയോടനുബന്ധിച്ച് ഒരു 4000 കിലോ മുതൽ 5000 കിലോ വരെയാണ് ഭരണങ്ങാനത്തോട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പുറത്ത് കുറേ ഓർഡറുകളുണ്ട്, വേറെ കുറേ പള്ളികളിലോട്ടും അല്ലാതെയുള്ള കടകളിലോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് നമ്മളൊരു 6000 കിലോ അടുത്ത് നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കിത് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കുറേ എനിക്കും മോനുണ്ട്, മോന് സെറിബ്രൽ പൾസിയാണ്. എനിക്ക് കണ്ണിന് റെറ്റിനറ്റിക് പിഗ്മെന്റോസ എന്നൊരു അസുഖമുണ്ട്. അതായത് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് 13 വർഷമായി. അപ്പം അതിന് ഇങ്ങനെയൊരു ഞങ്ങൾക്ക് കുറച്ച് സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ തന്നിട്ട് അൽഫോൻസാമ്മ ഒത്തിരിയേറെ ത്യാഗവും സഹനവും ഉള്ള ആളായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനൊരു മാർഗം കാണിച്ചു തന്ന് ഇങ്ങനെ ഞങ്ങളെ കൊണ്ടു നടക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പുണ്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എൻ്റെ ഹസ്ബൻഡ് അജിയാണ് എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ട് കൂടെയുള്ളത്. അതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 34 സ്റ്റാഫാണ് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും വളരെയേറെ നമ്മുടെ ഭരണങ്ങാനത്തെ തിരുനാൾ പോലെ ഇവിടെയും എല്ലാവർക്കും ഒരു സന്തോഷകരമായ ദിവസമാണ് ഈ 10 ദിവസം. അപ്പോൾ അവർക്കെല്ലാം ഒരു ജോലി നൽകാൻ സാധിച്ചതും അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് സാധിക്കുന്നതെല്ലാം നമുക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നു. അന്ധതയിലും സങ്കടപ്പെടാതെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുമായി നിൽക്കുന്ന ജാസ്മിൻ പ്രതിസന്ധികളെ പഠിക്കുന്നവർക്ക് കണ്ടുപഠിക്കുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കിലോയ്ക്ക് 1000-ന് മുകളിൽ നിന്ന് ഉണക്ക കൊക്കോ വില 300-ലേക്ക് കൂപ്പുകുത്തി. 300-നടുത്തെത്തിയ പച്ച കൊക്കോയ്ക്ക് വില ഇപ്പോൾ 70 മുതൽ 75 രൂപ വരെയാണ്. സർവകാല റെക്കോർഡിട്ട കൊക്കോ വിലയാണ് ഏതാനും മാസങ്ങൾക്കിടയിൽ കുത്തനെ കൂപ്പുകുത്തിയത്. ഹൈറേഞ്ചിലെ കൊക്കോ കർഷകരെ ഞെട്ടിച്ചായിരുന്നു കൊക്കോ വില കുതിച്ചു കയറിയത്. 1000-ന് മുകളിലേക്ക് വില ഉയർന്നതോടെ കർഷകർ അമ്പരന്നു. എന്നാൽ 1050 വരെ എത്തിയ ഉണക്ക കൊക്കോയുടെ വില ഇപ്പോൾ 300-ലേക്ക് കൂപ്പുകുത്തി. 300-നടുത്തെത്തിയ പച്ചക്കൊക്കോയ്ക്ക് വില ഇപ്പോൾ 70 മുതൽ 75 രൂപ വരെയാണ്. സർവകാല റെക്കോർഡിട്ട കൊക്കോ വിലയാണ് ഏതാനും മാസങ്ങൾക്കിടയിൽ കുത്തനെ കൂപ്പുകുത്തിയത്. റെക്കോർഡ് വിലയിൽ വളരെ പെട്ടെന്ന് ഇടിവുണ്ടായത് കർഷകർക്ക് നിരാശ നൽകുന്നുണ്ട്. എന്നാൽ മഴക്കാലം ആരംഭിച്ചതോടെ കൊക്കോയുടെ ഉൽപാദനത്തിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കായ്കൾക്ക് ചീച്ചിൽ ബാധിച്ചിട്ടുള്ളതാണ് പ്രതിസന്ധി. ഉൽപാദനക്കുറവായിരുന്നു കൊക്കോയുടെ വില സർവകാല റെക്കോർഡിലേക്ക് എത്തിച്ചത്. രോഗബാധയും വിലയിടിവും മൂലം കർഷകർ പലരും കൊക്കോ കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. വിലയിൽ വർധനവുണ്ടാകുമെന്ന് കരുതി ഉണങ്ങിയ കൊക്കോ പരിപ്പ് സംഭരിച്ചുവെച്ച കർഷകരെല്ലാം വിലയിടിഞ്ഞതോടെ ഉൽപ്പന്നം പൂർണ്ണമായി വിറ്റഴിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട പിതാവിനെയും 2 കുട്ടികളെയും രക്ഷപ്പെടുത്തിയ അനൂപ് സോമന് തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിന്റെ ആദരവ്. സ്റ്റേഷൻ ഓഫീസർ ബിനു സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൊന്നാടിയും മെമന്റോയും നൽകി ആദരിച്ചു. യോഗത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു പി തോമസ് സ്വാഗതം പറയുകയും ജാഫർ ഖാൻ KA, PT അലക്സാണ്ടർ എന്നിവർ ആശംസകൾ അറിയിക്കുകയും മനോജ് കുമാർ നന്ദി പറയുകയും ചെയ്തു. നന്നായിട്ട് നീന്തൽ അറിയാവുന്നവർ പോലും ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം പേടിച്ചു പോകും എല്ലാവരും. നല്ല ഒഴുക്കുള്ള ആറാണ്, 2 കുട്ടികൾ ഒഴുകി വരുന്നു, അതിൻ്റെ പുറകെ അച്ഛൻ ഒഴുകി വരുന്നു. എല്ലാവരും കൂടെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് പുള്ളി അതിനെ പേടിച്ചു എന്നാണ് ആ ന്യൂസിൽ കണ്ടത്. അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിള്ളേരെ പോയി എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുട്ടിയെ പിടിച്ചപ്പോഴത്തേക്കും 2ാമത്തെ കുട്ടി കൂടെ ചേർത്ത് പിടിച്ചപ്പം ദേഹം തന്നെ മുങ്ങിപ്പോവുകയുണ്ടായി. വളരെ കഷ്ടപ്പെട്ട് അവരെ മുന്തിത്തള്ളി ആ ഒരു സാഹസിക പ്രവൃത്തിയാണ് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു. അതായത് ആ കുട്ടികളുടെ അച്ഛന് നമ്മുടെ ബിജുവിനോട് ഇത് സംസാരിക്കുകയുണ്ടായി. അവരുടെ പേടിയും വേറെയിലും ഇപ്പോഴും മാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അനൂപിനെ നമ്മളിവിടെ വിളിച്ച് ആദരിക്കേണ്ടത് നമ്മുടെ ഒരു കടമയായിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്നേ ദിവസം ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തത്. ആവശ്യമായിട്ട് പുറത്തായിട്ട് കുളിക്കാൻ പോകുന്ന ആൾക്കാരില്ല. 3-4 ദിവസം വാട്ടോട്ട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടായിരുന്നു. അധികം അതുകൊണ്ടാണ് തൊഴിലായിട്ട് കുളിക്കാൻ പോയത്. ഒരാൾ ഈ സാഹചര്യം ഉണ്ടായത്. പക്ഷെ ആ സമയത്ത് വലിയ ആളെ ആദ്യം ഒരു വശിക്കലും ഇറങ്ങിയില്ല. ഒരു കൊച്ചിനെ കണ്ടു. ഒരു കൊച്ചിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ചാടി ഇറങ്ങിയത്. ഞാൻ ചാടി എടുത്ത് ചാടി കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ കൊച്ചിനെ മുടിയെ പിടിച്ച് താഴുമ്പോൾ ഈ ചെറിയ കുട്ടി വെള്ളത്തിനടിയിലായിരുന്നു. അവൻ എൻ്റെ ഇടത്തെ കയ്യിൽ കയറി പിടിച്ചു. അവിടെ എലിക്ക് കയറിയിരിക്കുന്നു. കാലിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ
പിന്നെ എനിക്ക് താഴാൻ തന്നെ പറ്റില്ല. ഞാൻ ചാടി ഫോഴ്സും അതുകൊണ്ട് താന്നുപോയി. വെള്ളം കുടിച്ച് താഴെ ചവിട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് എന്നിപ്പോൾ എനിക്കിവിടെ വന്ന് നിൽക്കാനും ഇതുപോലൊരു ആദരവേറ്റ് വാങ്ങാനും ഒക്കെ സാധിച്ചത്. കാരുണ്യത്തിന്റെ കരസ്പർശങ്ങൾക്ക് 10 വയസ്സ്. വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന നമ്പിക്കൈ ഫാം ഹൗസ് ഓഫ് ഹോപ്പ് സൊസൈറ്റിയാണ് സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ അശ്രനക്കായി പ്രവർത്തിച്ച് 10 വർഷങ്ങൾ പിന്നിടുന്നത്. സൊസൈറ്റിയിലെ 2 അംഗങ്ങളുടെ വരുമാനത്താൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ വിലയുണ്ട്. നമ്പിക്കൈ ഫാമിലെ കൃഷിരീതികളും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കാരുണ്യ സ്പർശനത്തിന്റെ 10 വർഷങ്ങളുടെ കാഴ്ചകൾ. VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതാണ് സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ 10 ആണ്ടുകൾ പിന്നിടുന്ന നമ്പിക്കൈ ഫാം ഹൗസ് ഓഫ് ഹോപ്സ് എന്ന സൊസൈറ്റി. ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ജോലി ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ജോലി നൽകിയും കഴിഞ്ഞ 10 വർഷത്തിനിടെ 5ഓളം ഭവനരഹിതർക്ക് വീടുകൾ വെച്ചു നൽകിയും ആദിവാസി മേഖലയായ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സത്രം നിവാസികൾക്ക് സൗജന്യ ആരോഗ്യ സുരക്ഷകൾ ഒരുക്കിയും അശരണ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഡയറക്ടർ കം ചെയർമാൻ റൂബൻ ദാനിയേൽ, ഭാര്യ മോനി കാത്യ, ഫാം മാനേജർ സാമുവൽ, അഗ്രികൾച്ചർ മാനേജർ കണ്ണൻ എന്നിവരാണ് സൊസൈറ്റിയുടെ ചുമതലക്കാർ. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡയറക്ടർ കം ചെയർമാൻ റൂബൻ ദാനിയേൽ വിശദീകരിക്കുന്നു. എൻ്റെ പേര് റൂബൻ. ഞാൻ നമ്പിക്കൈ ഫാമിൻ്റെ ഡയറക്ടർ ആൻഡ് ഫൗണ്ടറാണ്. നമ്പിക്കൈ ഫാം ഞങ്ങൾ ഇവിടെ 2013 വള്ളക്കടവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2013 ഒരു ഗ്രൂപ്പായിട്ട്, ഒരു യൂത്തായിട്ട് ഇവിടെ വന്നപ്പം ഇതൊരു ഒത്തിരി സാമൂഹ്യ സേവനങ്ങൾക്ക് ആവശ്യകരമായിട്ടൊരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം അതിൻ്റെ ഇതിൽ ഞങ്ങളിവിടെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ സോഷ്യൽ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കോവിഡ് സമയത്തും പിന്നെ ഫ്ലഡ് ആ സമയമാണ് നമ്മൾ ഒത്തിരി വെളിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഒത്തിരി ആൾക്കാർക്ക് സഹായം ചെയ്യുവാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു. ഈ കോവിഡിൽ നമ്മൾ നമ്മുടെ പീരുമേട് താലൂക്ക് ഹോസ്പിറ്റല്, ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഓക്സിജൻ സിലിണ്ടേഴ്സ്, പിന്നെ ഒത്തിരി ഫുഡ് കിറ്റ്സ്, മാസ്ക്, ഇതുപോലെ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റി. സോ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 6-7 മെഡിക്കൽ ക്യാമ്പ്സ് ഓൾ ടുഗെദർ ഈ നമ്മളെ പീരുമേട് കേന്ദ്രീകരിച്ച് വണ്ടിപ്പെരിയാറ്, ചീന്തലാറ് ഇവിടെ വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തിയായിരുന്നു. അതിൽ 2000 പീപ്പിളിൽ ഒത്തിരി പേർക്ക് നമ്മൾ മെഡിക്കൽ സഹായങ്ങൾ ചെയ്തു. ഫ്രീ ആയിട്ട് മെഡിക്കൽ മെഡിസിൻ കൊടുത്തായിരുന്നു. ഐ ചെക്കപ്പും പിന്നെ പല്ല് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഇങ്ങനെ ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. ഇവിടെ ഫാമിൽ തന്നെ നമ്മൾ 20 ഫാമിലീസിന് ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ജോബ് 20 ഫാമിലീസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ പിള്ളേർ, അവരുടെ എഡ്യൂക്കേഷൻ, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ അത് സംബന്ധിച്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, മാരേജ് കൗൺസിലിംഗ് ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊതുരംഗത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു. ഇതിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങളെ ഞങ്ങൾ കാണുവാനും പീപ്പിൾസിന്റെ ലൈഫിൽ ആ ഡെവലപ്മെന്റ് നമ്മൾ ഒന്ന് കാണുവാനും കഴിഞ്ഞു. സോ ഇത് ഞങ്ങളുടെ 10th years ആണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇതിനായിട്ടാണ് ഞങ്ങൾ ഈ ഇതുപോലത്തെ കാര്യങ്ങൾ ഞങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് അറിയിച്ച് നിങ്ങൾ ഞങ്ങളോട് കൂടെ ചേർന്നിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ഇനിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് നമ്പിക്കൈ ഫാം എന്ന പേരിന് പിന്നിലെ കഥകളിലേക്കാണ്. ഇവിടുത്തെ പച്ചക്കറി ഫാം ഫലങ്ങൾ വിപണനം നടത്തുന്നതിനുള്ളതല്ല, മറിച്ച് ആശ്രയിച്ചെത്തുന്നവർക്ക് അന്നം വിളമ്പുന്നതിനായിട്ടാണ്. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന വകുപ്പ് മഴമറ നിർമ്മാണവും അക്വാപോൺ കൃഷി സമന്വയവും അനുവദിച്ചത്. മത്സ്യ പച്ചക്കറി സംയുക്ത കൃഷിയിൽ ഫാമിലെ ചരൽ കൃഷി രീതിയാണ് നമ്പിക്കൈ ഫാമിന്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് ഡയറക്ടർ റൂബൻ ദാനിയേൽ വിശദീകരിക്കുന്നു. ഫിഷിൽ നിന്ന് കിട്ടുന്ന അമോണിയ അത് കൺവേർട്ട് ടു നൈട്രേറ്റ് ആയിട്ട്, ആ നൈട്രേറ്റ് ആണ് നമ്മുടെ പ്ലാന്റിന് ആവശ്യം വളരാൻ. നമുക്കിവിടെ മണ്ണിൻ്റെ ആവശ്യമില്ല, മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ കല്ലാണ്, ഗ്രാവലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ഈ സൈക്കിളിൽ കൂടെയാണ് നമ്മൾ വെജിറ്റബിൾ, ഇപ്പോൾ ഇത് കണ്ടോ, പുതിന
ഇതിന് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇപ്പം നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലും ക്വാളിറ്റിയും നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ടൊമാറ്റോസ്, സ്ട്രോബെറി ഇതൊക്കെ നമ്മളിവിടെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയാൽ ഈ വാട്ടർ, ഈ ഫിഷിൽ കിട്ടുന്ന വാട്ടർ അത് നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പോയിട്ട് ഇതിൽ നമുക്ക് നല്ല നൈട്രേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ നല്ല നൈട്രേറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെ ആവശ്യമില്ല. നമ്മൾ എവിടെ ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ടെക്നോളജിയാണ്. പക്ഷേ ഇത് നമുക്ക് ഇന്നത്തെ ജനറേഷനൊന്ന് പഠിപ്പിച്ചെടുക്കുക. ഇത് നല്ലൊരു ഫണ്ണാണ്. സെയിം ടൈം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ കൃഷി മേഖലയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആദിവാസി മേഖലകളിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഡി എഡിഷൻ ക്യാമ്പുകൾ, അവയർനെസ് ക്ലാസുകൾ, ട്യൂഷൻ ക്ലാസുകൾ എന്നിവയ്ക്ക് പുറമെ സ്കൂൾ പഠന സമയത്തിന് ശേഷം കുട്ടികൾ മറ്റ് മാർഗങ്ങളിലേക്ക് കടക്കാതെ ഇവരുടെ മാനസികോല്ലാസത്തിനായി ഒരു ചെറിയ പാർക്ക് നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട്. സമൂഹത്തിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിൽ രഹിതർക്കാണ് നമ്പിക്കൈ ഫാം ഹൗസ് ഓഫ് ഹോപ്സ് തൊഴിൽ അവസരങ്ങൾ നൽകി വരുന്നത്. ഫാം ഡയറക്ടർ കം ചെയർമാൻ റൂബൻ ദാനിയേലും ഭാര്യ മോനി കാത്തിയും വിദേശത്ത് ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനത്തിലാണ് ഫാമിന്റെ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നതെന്നാണ് പേരുപോലെ തന്നെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാവുന്നത്. ആതുര സേവനത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന കാർഷിക ആദിവാസി മേഖലയായ വള്ളക്കടവ് വഞ്ചിവയലിന് സമീപം ഒരു ആശുപത്രി എന്നതാണ് ഈ ജീവകാരുണ്യ പ്രവർത്തകരുടെ ലക്ഷ്യം. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രത്യേക കായിക പരിശീലനം ആരംഭിച്ചു. ടീനേജ് കുട്ടികളുടെ എനർജി തെറ്റായ വഴിക്ക് പോകാതിരിക്കാനുള്ള ഒരു കരുതലാണ് പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച പദ്ധതി. 4 മണിക്ക് ശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തി ആഴ്ചയിൽ 12 മണിക്കൂർ കായിക പരിശീലനമാണ് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫുട്ബോൾ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റും മുൻ സന്തോഷ് ട്രോഫി താരവുമായ PA സലിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK ലതീഷ് അധ്യക്ഷത വഹിച്ചു. കളിയാണ് ലഹരി, ബിൽഡ് യുവർ കോൺഫിഡൻസ്. കുട്ടികൾ പഠിച്ചും കളിച്ചും വളരട്ടെ. പ്രമേയവുമായി അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രത്യേക കായിക പരിശീലനം ആരംഭിച്ചു. ടീനേജ് കുട്ടികളുടെ എനർജി തെറ്റായ വഴിക്ക് പോകാതിരിക്കാനുള്ള ഒരു കരുതലാണ് പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച പദ്ധതി. 4 മണിക്ക് ശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തി ആഴ്ചയിൽ 12 മണിക്കൂർ കായിക പരിശീലനമാണ് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫുട്ബോൾ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റും മുൻ സന്തോഷ് ട്രോഫി താരവുമായ PA സലീംകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആളുകളായി മാറാൻ പറ്റും. പക്ഷെ ഇപ്പൊ സംഭവിച്ചൊരു കുഴപ്പമില്ലാത്ത ഈ കുട്ടികൾക്കെല്ലാം പോകാൻ ഭയങ്കര പ്രോബ്ലം. ഡ്രഗ്സിന് വലിയൊരു പ്രശ്നം പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ ഒരു അക്കാഡമിയുണ്ട്. ഈ അക്കാഡമി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുള്ള സ്കൂളുകളിലെ ഗ്രൗണ്ടുകളൊന്നും ആരും കൊടുക്കത്തില്ല, എല്ലാം കൂട്ടി. കാരണം PTA പ്രസിഡന്റ് CK ലതീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലീഡർ ഒലിവിയ അന്ന ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ AN ദാമോദരൻ നമ്പൂതിരി, VB ദിലീപ് കുമാർ, MG യൂണിവേഴ്സിറ്റി മുൻ ഫുട്ബോൾ താരം AJ ഷമീർ, MPTA പ്രസിഡന്റ് രേഖ KV, ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് JS ജയശ്രീ, സ്പോർട്സ് ട്രെയിനർ KC ദിനി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, അരിക്കുഴ. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു രാജിവെച്ചു. മുൻ ധാരണപ്രകാരം DCC പ്രസിഡന്റ് CP മാത്യുവിനാണ് രാജിക്കത്ത് കൈമാറിയത്. DCC പ്രസിഡന്റിന് ലഭിച്ച രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയിട്ടില്ല. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച ഞാൻ ആദ്യത്തെ 2 വർഷം LDFന്റെ പിന്തുണയോടുകൂടി പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം വാക്ക് പറഞ്ഞതനുസരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ രാജിവെച്ചു. എന്നാൽ പിന്നീട് UDF പിന്തുണ തരികയും അങ്ങനെ പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരുകയും ചെയ്തു. UDFുമായുള്ള ധാരണ 1.5 വർഷത്തേക്കായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. ആ 1.5 വർഷം ഇന്ന് പൂർത്തിയായി. പറഞ്ഞിരുന്ന വാക്കനുസരിച്ച് ഇന്ന് DCC പ്രസിഡന്റുമായി പറഞ്ഞിരുന്ന ധാരണയിൽ DCC പ്രസിഡന്റിന് കത്ത് കൈമാറണമെന്നായിരുന്നു. ഇന്ന് ആ വാക്ക് പാലിച്ചുകൊണ്ട് രാജീവ് ഗാന്ധി ഭവനിൽ വന്ന് DCC പ്രസിഡന്റിന് എന്റെ രാജിക്കത്ത് കൈമാറി. ഇനിയും തുടർന്ന് അങ്ങോട്ടേക്ക് മെമ്പർ സ്ഥാനത്ത് ഞാൻ ഉണ്ടാകും. വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇനിയും പങ്കാളിയായിട്ട് തുടരും. പിന്നെ ഇതുവരെയുള്ള എന്റെ പ്രവർത്തനത്തിൽ ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പൊതുജനങ്ങളുടെ ആണെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകരും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുകയാണ്. മീഡിയയൊക്കെ സഹായിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്നും വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെയും 1-ാം വാർഡിന്റെയും വികസന പ്രവർത്തനങ്ങളിൽ
പോരാളിയായിട്ട് തന്നെ ഉണ്ടാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. സരസിൽ വീട്ടിൽ ശങ്കരൻ മീനാക്ഷി ദമ്പതികളുടെ 1 ഏക്കറോളം വരുന്ന ഏലകൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. രാത്രിയിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വണ്ടിപ്പെരിയാർ 62-ാം മൈൽ സ്വകാര്യ ഏലത്തോട്ടത്തിലെ ഏലകൃഷി കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടി 62-ാം മൈൽ സരസിൽ വീട്ടിൽ ശങ്കരൻ മീനാക്ഷി ദമ്പതികളുടെ 1 ഏക്കറോളം വരുന്ന ഏലകൃഷിയാണ് കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം വീടിന് മുറ്റത്ത് വരെ നിന്നിരുന്ന വാഴയും കാട്ടാന നശിപ്പിച്ചു. ഭീതിയോടെ വീടിനുള്ളിൽ കഴിയേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും മീനാക്ഷി പറയുന്നു. പെട്ടെന്ന് പടുപടാന്ന് ഭയങ്കര സൗണ്ട് കേട്ടു. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയിപ്പോയി. വരാന്തയിൽ ഇറങ്ങി നിന്ന് നോക്കുമ്പോഴത്തെ 3 ആന ഇവിടെ നിൽക്കുക. എന്നിട്ട് ഇതെല്ലാം പറിച്ചിട്ട് ഈ ഗേറ്റ് പിടിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങുമായിരുന്നു. ഞാൻ പെട്ടെന്ന് കഥ കടച്ച് വെച്ച് പുള്ളിയെ വിളിച്ചു. ഞങ്ങൾ ഇവിടെ വന്ന് പുറത്ത് ലൈറ്റില്ലല്ലോ, അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഈ 3 എണ്ണം ഇവിടെ നിന്ന് വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങി വരിക. അപ്പം ഞാൻ പെട്ടെന്ന് കഥ കടച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറി മിണ്ടാതിരുന്നു. ഒരു 2 മണിക്കൂർ ഇവിടെ നിന്ന് നാശനഷ്ടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതുങ്ങൾ പോയി. ഇത് 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യമാണ്. എത്രയോ ഏലം, നമ്മുടെ ഏലവും വേലി പേടിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ കിടന്നുറങ്ങണ്ട. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാട്ടാന സ്ഥിരമായി ഇവിടെ എത്തുകയും ഏലം, വാഴ, തെങ്ങ് തുടങ്ങിയ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണെന്നും അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പോളിടെക്നിക് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെ കാട്ടാന എത്തിയതോടുകൂടി ഇവിടേക്ക് കുട്ടികൾ പഠനത്തിനായി വരാൻ മടിക്കുന്നതായും ശങ്കരൻ പിള്ള പറഞ്ഞു. 1 ഏക്കർ സ്ഥലത്തോളം പോയി. ആകപ്പാടെ ഇത്രയും സ്ഥലമുണ്ട്, അത് മൊത്തം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ ഈ പോളിടെക്നിക്കിൽ പിള്ളേർ വരാൻ പോലും അവർ പാടുപെടുന്നു. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വരുന്നു പോകുന്നു, പക്ഷേ അതിനൊരു തീരുമാനവും ആകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായി, വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല. അപ്പോൾ ഇന്നലെ 10:20 ആയപ്പോൾ ഇവിടെ ആന വന്നു. ഇത് വന്നു പോയി കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ട് ഒരു കാര്യമില്ല മോനെ. അതുകൊണ്ട് നിവർത്തികേട് കൊണ്ടാണ് ഈ 4-ാം പ്രാവശ്യം വന്നിട്ട് ഇതെല്ലാം മോനിപ്പോൾ കണ്ടതല്ലേ. അതുകൊണ്ട് വേണ്ട രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടെ. ഇതേസമയം കാട്ടാന കഴിഞ്ഞ ആഴ്ചയിൽ ഈപ്പച്ചൻ എന്നയാളുടെ കൃഷിയിടത്തിലെത്തുകയും ഏലകൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് നോക്കിപ്പോകുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം ഒന്നിനും ആകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്ത പക്ഷം മുഴുവൻ കർഷകരും ഒത്തുചേർന്നുകൊണ്ട് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സണ്ണീഷ് ജോർജ് സ്ഥാനം രാജിവെച്ചു. തൊടുപുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്. LDF തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് രാജി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. തൊടുപുഴ ജില്ലാ പെൻഷൻ ഭവൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാതല മാർച്ച് തൊടുപുഴയിൽ നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി സമരം ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടത്തി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണജ്ഞാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറിയതോടെ തുടങ്ങനാട് അപ്പോസ് ഫുഡ്സിൽ തിരക്കേറി. ഭരണജ്ഞാനം പള്ളിയിൽ വിതരണം ചെയ്യുന്ന നേർച്ചയപ്പം ഇവിടെയാണ് പാകം ചെയ്യുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.